ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ ഡെയിലി ഓരോരോ അപ്ഡേറ്റ്സുകളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ആദ്യം ബീറ്റാ വേർഷനിലാണ് വരുന്നത്, പിന്നീടാണ് നമുക്ക് സാധാരണ നോർമൽ വാട്സപ്പിലേക്ക് നമുക്ക് അപ്ഡേറ്റ്സുകൾ വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്, അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിയതിന് ശേഷം ഇവിടെ സെർച്ചിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുക. വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ. കണ്ടില്ല, ഇവിടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേഷനായി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുതരാം. അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, അൺലോക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ എല്ലാ ആളുകളുടെയും പ്രൊഫൈൽ പിക്ചർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ മാരുള്ള നമുക്ക് ചാറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഗ്രൂപ്പ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള ആളുകളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആണ് കാണിക്കുന്നത്, ഒരൊറ്റ സ്ക്രീനിലാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത പ്രകാരമാണെങ്കിൽ നമ്മൾ ഈ സ്ക്രീൻ കണ്ടില്ലേ, ഈ സ്ക്രീൻ ഒന്ന് വിരൽ കൊണ്ടൊന്ന് താഴേക്കൊന്ന് വലിച്ചാൽ മതി. അപ്പം നിങ്ങളൊന്ന് നോക്കൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് 3 പുതിയ ഓപ്ഷൻസ് കൂടി വന്നിട്ടുണ്ട്. ഓള്, അൺറീഡ്, ഗ്രൂപ്പ്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസ്. നിങ്ങൾക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ 1-2 അപ്ഡേറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇവിടെ ഓൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജുകൾ ഫ്രണ്ട്സൊക്കെ അയക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് എന്ന് വരുന്നത് കാണിക്കും. അതുപോലെ തന്നെ പോള് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് എല്ലാം കാണാൻ സാധിക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്ത് അൺറീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന ഗ്രൂപ്പ്സ് എന്ന് വന്നതും പേഴ്സണലായിട്ട് വന്നിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കാത്തതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നോക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് താഴെ റിപ്ലൈ കൊടുക്കാനും സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ചില നമ്പേഴ്സ് എന്ന് വരുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഈ ഗ്രൂപ്പ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് എന്ന് വന്നിരിക്കുന്ന ചാറ്റ്സുകൾ മാത്രമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം മറ്റേതെല്ലാം കൂടി മിക്സ് ആയി നിൽക്കുന്ന സമയത്ത് പേഴ്സണലായിട്ട് വന്നതും ഗ്രൂപ്പ്സ് എന്ന് വരുന്നതെല്ലാം കൂടി നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവഴി നമുക്ക് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് വിരലും കൊണ്ടൊന്ന് താഴേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓള്, അൺറീഡ്, ഗ്രൂപ്പ്സ് എന്നുള്ള ഈ കാര്യങ്ങൾ. നിങ്ങളൊന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി കമൻറ്റ് അറിയിക്കുക.